മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അമ്പലങ്ങളിൽ വെടിക്കെട്ട് നടത്തുമ്പോൾ അത് അന്തരീക്ഷം ശുദ്ധീകരിക്കാനായിട്ട് വളരെയേറെ പ്രയോജനപ്പെടില്ലേ എന്ന്. അതിനൊരു മറുപടിയായിട്ട് ശുദ്ധ ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ പിൻബലത്തോടുകൂടി പറയാൻ സാധിക്കും. വെടിക്കെട്ടിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ സൾഫറുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സെലീനിയം ഉണ്ട്, അനവധി തരത്തിലുള്ള കെമിക്കൽസ്, പൊട്ടാസ്യം ക്ലോറേറ്റ്, പെർക്ലോറേറ്റ് തുടങ്ങിയതെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ വളരെ ചെറിയ തോതിൽ സൾഫർ കത്തിക്കുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ഉണ്ടാവും. അതും ശരീരത്തിന് ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ ശ്വസിച്ചാൽ ശ്വാസകോശത്തിലുള്ള വെള്ളവുമായിട്ട് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ചേർന്ന് സൾഫ്യൂറസ് ആസിഡും സൾഫ്യൂറിക് ആസിഡും ഉണ്ടാവും. ആ ലങ്സിൽ ചെറിയ തിന്നായിട്ടുള്ള മെംബ്രെയിൻ എല്ലാം പൊട്ടും. ശരിക്ക് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ശ്വസിക്കുന്നത് ഡേഞ്ചറസ് ആണ്. പക്ഷെ വളരെ മൈൽഡ് ഡോസിൽ അതൊരു ഫ്യൂമിഗൻ്റ് ആണ്. ചില രോഗാണുക്കളെ നശിപ്പിക്കാൻ നല്ലതാണ്. ചിക്കൻ പോക്സ് ഒക്കെ വന്ന വീട്ടിൽ പണ്ട് മുതൽക്ക് തന്നെ ഗന്ധകം പുകയ്ക്കുക എന്നുള്ളത് വൈറസിനെയും ബാക്ടീരിയയെയും ഈസ്റ്റുകളെയും നശിപ്പിക്കാൻ നല്ല ഒരു മെത്തേഡാണ്. അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടെങ്കിലും. പക്ഷെ വെടിക്കെട്ടിലുള്ള ഫോസ്ഫറസ് പെന്റോക്സൈഡ്, ട്രയോക്സൈഡ്, ഫോസ്ഫോറിക് ആസിഡ് തുടങ്ങിയ വളരെയധികം ശരീരത്തിന് കേടുള്ള ആസിഡുകളും ഓക്സൈഡുകളും ഉണ്ടാവുന്നു. സെലീനിയം എന്ന് പറയുന്നത് കാർസിനോജനിക് ആണ്. പെർക്ലോറേറ്റ് എന്നൊക്കെ പറയുന്ന ക്ലോറിൻ ഓക്സൈഡ് വരുമ്പോഴത്തേക്കും ബ്രെയിനിനെ പോലും സ്വാധീനിക്കുന്നതാണത്. വെടിക്കെട്ട് നടത്തുമ്പോൾ അതിൻ്റെ പുക ആ പ്രദേശം മുഴുവനും മണിക്കൂറുകളോളം തങ്ങി നിൽക്കും. അപ്പൊ അവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് അറിഞ്ഞോ അറിയാതെയോ നിർബന്ധമായും ശ്വസിക്കേണ്ടി വരും. അപ്പൊ ശരിക്കും വളരെ മൈന്യൂട്ട് ഡോസിൽ പ്രയോജനപ്പെടും. വളരെയധികം സൈഡ് ഇഫക്റ്റ് ഉണ്ടെങ്കിലും പക്ഷെ ആ സൈഡ് ഇഫക്റ്റ് ഇത്രയും അധികം വെടിക്കെട്ട് നടത്തുമ്പോൾ ആ പ്രദേശം മുഴുവനും ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള അന്തരീക്ഷ മലിനീകരണമാണ്. ക്യാൻസർ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സാധനമാണ്. ഞാൻ ഒരിക്കൽ പറയേണ്ടായി, ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്ത് നടന്ന പെരുമ്പാവൂരിനടുത്തൊരു വെടിക്കെട്ട് നടന്നപ്പോൾ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ വണ്ടി സ്കോർപിയോ ആ വെടിക്കെട്ട് നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 15 മീറ്റർ അകലെയായിരുന്നു. ഈ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രഭാഷണം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ വണ്ടിയുടെ പുറത്ത് ശരിക്ക് ഗ്രാന്യൂൾസ് പോലെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് പൊടിയാണ്. അതൊരു പൊടിയാണെന്ന് പറയാൻ സാധിക്കില്ല. വൈറ്റ് സിമന്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് വണ്ടി വെക്കുകയാണെങ്കിൽ അതിലെ ചില ബിറ്റുകൾ ഇങ്ങനെ തെറിച്ച് ചെന്ന് വാഹനത്തിൽ വീണാൽ എങ്ങനെ ചെറിയ ചെറിയ ഗ്ലോബ്യൂളായിട്ട് നിൽക്കുമോ അതേപോലെയാണുള്ളത്. അത് അന്തരീക്ഷ വായുവിൽ നിന്ന് വാഹനം തണുത്തപ്പോൾ വാഹനത്തിൽ സെറ്റിലായതാണ്. അപ്പൊ നമ്മൾ ആ അന്തരീക്ഷ വായു ശ്വസിച്ചാൽ അത് സെറ്റിലാവുന്നത് മൂക്കിനകത്തോ അല്ലെങ്കിൽ ലങ്സിലോ ആണ്. അറിഞ്ഞുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നമ്മുടെ ആചാരങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഈ പൈതൃകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത 10-80 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ആരംഭിച്ച ഈ വെടിക്കെട്ട് അന്തരീക്ഷ മലിനീകരണത്തിന് കെമിക്കലി ഡേഞ്ചറസ്. പിന്നെ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ചെവിയുടെ ബ്രെയിനിന്
മെംബ്രെയിന്, ഇതിൽ ബ്രെയിനിന് ഒരു പരിധിക്കപ്പുറമുള്ള ശബ്ദം എടുക്കാൻ സാധിക്കില്ല. ഒരു ലഹരിയുടെ പുറത്താണ് നമ്മളുടെ ചെവി ആ ശബ്ദം കേൾക്കുന്നതും തലച്ചോറ് അത് വിസ്റ്റാൻഡ് ചെയ്യുന്നത്. അതിന്റെ സൈഡ് ഇഫക്റ്റ് എത്ര കാലാണ് ശബ്ദമലിനീകരണം കൊണ്ടുണ്ടാവുക? അത് രണ്ടാമത്തേത്. വളരെ ദീർഘിപ്പിക്കാതെ പറയുകയാണെങ്കിൽ, ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെല്ലാം മാറാരോഗം പിടിപെട്ട് മരിക്കുന്നവരാണ്. അത് ഉണ്ടാക്കുന്ന തൊഴിലാളികള്, അത് ഉപയോഗിക്കുന്ന വ്യക്തികള്, അത് കത്തിക്കുന്നവര്, അതിന് സംരക്ഷണമായിട്ട് മുറികളിൽ വെച്ച് അതിൽ കാവലിരിക്കുന്നവര്, അതിൻ്റെ അടുത്തുകൂടെ പോകുന്നവര്, അവർക്കെല്ലാമുള്ള ഡേഞ്ചർ എന്ന് പറയുന്നത് ചെവിയും കണ്ണും ശരീരാവയവങ്ങളും തലച്ചോറും എല്ലാം നശിക്കുകയാണ്. ഇതൊന്നും കൂടാതെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അതിഭീകരമാണ്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിന് വേണ്ടിയിട്ട് കോടികളാണ് മുടക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ലഹരി സംബന്ധമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ഒരു അട്രാക്ഷൻ അല്ലാതെ, അല്ലെങ്കിൽ ചില കാഴ്ചയുടെ അട്രാക്ഷൻ അല്ലാതെ കംപ്ലീറ്റ് നെഗറ്റീവാണ്. ഇതൊന്നും കൂടാതെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് വെടിക്കെട്ട് അപകടം ഉണ്ടായത്. 85 വർഷങ്ങൾക്ക് മുമ്പ് പുറ്റിങ്ങൽ എന്ന് പറയുന്ന അതേ അമ്പലത്തിലാണ്. അതേ അമ്പലത്തിലാണ് ഇപ്രാവശ്യം 114 പേര് മരിക്കാൻ കാരണമായത്. ഈ മരിച്ചവന്റെ വീട്ടുകാരുടെ അവസ്ഥ നോക്കുക, പകുതി ജീവനോടെ ജീവിക്കുന്നവന്റെ അവസ്ഥ നോക്കുക, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥ നോക്കുക. എന്താണിത് സംഭവിക്കാൻ കാരണം? അവനവന്റെ വയറ്റിലെ വിശപ്പടക്കാൻ ജീവൻ മരണ പ്രശ്നങ്ങളിൽ ജോലിയിൽ ചെന്ന് ചാടി, ആ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻവോൾവ്മെന്റിൽ ഉണ്ടായ അപകടമല്ലാതെ വെറുതെ തിരുവനന്തപുരത്ത് നിന്നും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ നിന്നും ബൈക്കില് ഇത്രയും കിലോമീറ്റർ ദൂരെ ചെന്ന് അത് കണ്ട് ആസ്വദിക്കാൻ പോയവരുടെ ശവശരീരമാണ് മടങ്ങി വന്നത്. ഇനി ഗവൺമെന്റ് അവർക്ക് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞു. എപ്പോ കൊടുക്കും, ആര് കൊടുക്കും, എന്തിനു കൊടുക്കും എന്നുള്ളത് കൂടി ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റിന്റെ തെറ്റാണോ ഗവൺമെന്റിന്റെ ശരിയാണോ എന്നുള്ളതല്ല, അമ്പലക്കാരുടെ ക്രൂരതയും അമ്പലവുമായി ബന്ധപ്പെട്ടവരും ചെയ്തതിന് എന്തിന് പൊതുജനത്തിന്റെ ടാക്സിന്റെ പൈസ മരിച്ചവർക്കും മരിക്കാതെ കിടക്കുന്നവർക്കും കൊടുക്കണം? അത് ഗവൺമെന്റിന്റെ ജോലിയല്ല. എത്ര നിയമക്കുരുക്കുകളാണ് അതിനുള്ളത്. ഒരു KSRTC വണ്ടി ഇടിച്ച് മരിച്ചു, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും വലിയൊരു കമ്പനി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും അതിൻ്റെ അടിയിൽപ്പെട്ടോ ഇടയിൽപ്പെട്ടോ മരിച്ചു, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത് മനസ്സിലാക്കാം. ഇത് അമ്പലക്കാരുടെ തോന്നിവാസത്തിന് അവിടെ ചെയ്യാൻ പാടില്ലെന്ന് കളക്ടർ പറഞ്ഞത് ചെയ്തിട്ട് അത് കാണാനായിട്ട് ഒരു നിയന്ത്രണവുമില്ലാതെ അകത്ത് കയറി അത്രയും ഭീകരമായിട്ടുള്ളൊരു വസ്തുതയാണെന്നും 1100 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് അത് പൊട്ടുന്നതെന്നും അതിൻ്റെ ശബ്ദവും അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാകാൻ സാധ്യതയുള്ളതും എന്തെല്ലാമാണെന്നും അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുന്നവർക്കറിയാം. ഇത് പാറമേക്കാവ് അമ്പലത്തിൽ സംഭവിച്ചതാ. എത്ര സ്ഥലത്തായി വെടിക്കെട്ട് അപകടം ഉണ്ടാവുന്നത്. അതെല്ലാം അനുഭവിച്ചിട്ട് അവര് മരിക്കുകയോ മരിക്കുന്നവരെ പോലെ കിടക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ കോമ്പൻസേഷൻ കിട്ടിയാൽ കിട്ടി, കിട്ടിയാലും ആർക്കാണ്? മരിച്ചവനല്ലല്ലോ. ആ പകുതി ജീവനോടെ കിടക്കുന്നവനെ ശുശ്രൂഷിക്കാനുള്ള ഗതികേട് അവന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം ഉണ്ടാവുന്നതും കൂടി ചേർത്ത് ഒരു ചോദ്യമേ ഉള്ളൂ. എന്തിനാ മക്കളെ നല്ല പൈസ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും അമ്പലത്തിൻ്റെയോ ആശ്രമത്തിൻ്റെയോ വളർച്ചയ്ക്കും ഉപയോഗിക്കേണ്ടതിന് പകരം ഇങ്ങനെ 1.5-2.5 മണിക്കൂർ ഒരു ലഹരിയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേസ്റ്റാക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.